ഹായ് ഹലോ എല്ലാവരും മഴയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ചുമ്മാ ഇരിക്കുവാണോ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ നമുക്ക് പെട്ടെന്നൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹെഡ് ബാൻഡ് മേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഫ്ലവർ ടൈപ്പിലുള്ള ഒരു ഹെഡ് ബാൻഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഓരോ പെറ്റൽസ് എങ്ങനെ മേക്ക് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെന്താ പറയാനുള്ളത്, വളരെ എളുപ്പത്തിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊന്ന് ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഉണ്ട്. ഞാനിത് ഇട്ട് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കാണാനുള്ളത് കേട്ടോ. ആദ്യം തുടക്കത്തിൽ ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് ഇത്രയും ഭംഗി വരുമെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഹെഡ് ബാൻഡാണ്. കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഈ ഒരു ഹെഡ് ബാൻഡ് ചെയ്തെടുക്കാൻ നമ്മുടെ സാറ്റിൻ്റെ ക്ലോത്ത് ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ആ ക്ലോത്തിന് ഞാൻ 2 സൈസിലായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 സൈഡും ഒരു ഈക്വൽ സൈസ് ആയിരിക്കുമല്ലോ വേണ്ടത്. അപ്പോൾ ഒന്ന് വരുന്നത് 4 സെൻറ്റിമീറ്ററും ഒന്ന് വരുന്നത് 3 സെൻറ്റിമീറ്ററും ആണേ. അപ്പോൾ പിന്നെ നമ്മുടെ സാറ്റിൻ ഹെഡ് ബാൻഡ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഹെഡ് ബാൻഡ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ നോർമൽ പ്ലെയിൻ മെറ്റൽ ഹെഡ് ബാൻഡ് ഉണ്ടെങ്കിൽ അതിൽ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് റോൾ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ B7000 ഗ്ലൂവും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗ്ലൂ ഗണ്ണും ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 4 സൈഡും ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് മടക്കുക കോൺ ഷേപ്പിലോട്ട്. എന്നിട്ട് ഈ 2 വശങ്ങളും ഈ ഒരു ഭാഗത്തോട്ട് താഴെ നിൽക്കുന്ന ഭാഗത്തോട്ടേക്കായിട്ടൊന്ന് ചേർത്ത് വെക്കുക. കണ്ടോ, 2 വശം ചേർത്ത് വെച്ചതിന് ശേഷം അടിഭാഗത്തു നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലോട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടോ, നടുഭാഗം ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ മടക്കി വന്നപ്പോൾ താഴോട്ടേക്കല്ലേ മടക്കി വെച്ചത്, ആ മടക്കി വന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കിടക്കുക. എന്നിട്ട് ബാക്ക് സൈഡ് ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ ഒരു ബാക്ക് സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം കൂടി ഒന്ന് ഉരുക്കി കൊടുക്കണം, ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു പെറ്റൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഇതുപോലെ ഞാൻ ഉരുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 സെൻറ്റിമീറ്ററുള്ളതാണിത്. 2 രീതിയിൽ നമ്മൾ കട്ട് ചെയ്തല്ലോ. ഇതുപോലെ ഒന്ന് മടക്കി അഗെയിൻ നമ്മുടെ നടുഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് തള്ളി വെച്ചിട്ട് ഇതുപോലെ ചെയ്തു. എന്നിട്ട് ആ ചേർത്ത് വെച്ചിരിക്കുന്ന ഭാഗം ഒന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡ് കട്ട് ചെയ്തിട്ട് ആ ഭാഗം കൂടി ഒന്ന് ഉരുക്കിയെടുക്കുക. വളരെ സിമ്പിളാണ്, ചെയ്ത് നോക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറേ പെറ്റൽസ് മേക്ക് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മെറ്റൽ വേണോ അത്രയും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പെറ്റൽസൊക്കെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്ന ഒരു പെറ്റലാണ് എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യത്യസ്ത ഷേപ്പുകളിലായിട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു സൈസിലാണ് 4 സെൻറ്റിമീറ്ററിൽ ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 5 സെൻറ്റിമീറ്ററിലും 6 സെൻറ്റിമീറ്ററിലും ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് വലിയ ഫ്ലവറൊക്കെ ആക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ പെറ്റൽസ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 4 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ടായിട്ടുള്ള പെറ്റൽസ് നടുക്ക് വെച്ചിട്ട് അതിൻ്റെ 2 സൈഡിലോട്ടായിട്ട് 3 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തിരിക്കുന്ന പെറ്റൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗി കിട്ടും കേട്ടോ. ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ മുകളിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ വേറെ രീതിയിൽ നോർമൽ നമ്മുടെ ഫ്ലവർ 5 പെറ്റൽസുള്ള ഫ്ലവറായിട്ട് അതുപോലെയും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഹെഡ് ബാൻഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ ഫ്ലവേഴ്സിനെയും ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. നമ്മുടെ ഗ്ലൂ ഗണ്ണിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഹെഡ് ബാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ രീതിയിലോട്ട് വരുമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ ചെയ്തത്. എനിക്ക് വേറൊരു ഐഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തപ്പോൾ വേറൊരു രീതിയിലോട്ടായി വന്നു. പക്ഷേ ഈ ഒരു ഹെഡ് ബാൻഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെന്നറിയില്ല, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കളറും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കളറാണ്.
അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹെഡ് ബാൻഡായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും ഞാൻ അങ്ങനെ ഓരോ ഹെഡ് ബാൻഡ് ഞാൻ ഒരു ഐഡിയയിൽ വെച്ചിട്ട് തുടങ്ങും, പക്ഷേ അവസാനിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചുമ്മാ ഇരിക്കാൻ പാടില്ല, നല്ല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഫ്ലവർ ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി കുറച്ചും കൂടി അറ്റകുറ്റപ്പണികൾ ചെയ്തെടുക്കാനുണ്ട്. ഇതിൻ്റെ അടിവശത്ത് നമുക്കിനി ഒരു ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ഫെൽറ്റ് ഷീറ്റ് ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ രീതിയിൽ കട്ട് ചെയ്തെടുത്തു. സ്ക്വയർ ഷേപ്പിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശത്തോട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകൾ ഭാഗം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റോൺ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റോൺ ഷീറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അടിവശം ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശത്തോട്ടേക്ക് കുറച്ച് ലെങ്തായിട്ട് തന്നെ ഞാൻ സ്റ്റോൺ ഷീറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റോൺ ഷീറ്റ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മിഡിൽ വശത്തോട്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹെഡ് ബാൻഡൊക്കെ വന്നിരിക്കുന്നത്. അതെ, ഈ ഒരു സ്റ്റോൺ ഷീറ്റ് ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെഡ് ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ചോദിക്കാം. ഞാൻ നിർബന്ധമായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു നെക്സ്റ്റ് ആയിട്ട് വരാം. ബൈ ബൈ, താങ്ക് യു.